നുറുക്ക് ഗോതമ്പും ഏത്തപ്പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം. നന്നായിട്ട് കുതിർന്ന് കിട്ടിയാൽ മാത്രമാണ് നമ്മളത് അരച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ റൈസിൻസ് അഥവാ കിസ്മിസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് അതുപോലെ ബാദാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ കിസ്മിസൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം ചെറുതാക്കി നുറുക്കിയത് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം എപ്പോഴും ചെറുതാക്കി വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഈ പഴമൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് നമ്മൾ ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. 1 മിനിറ്റ് വരെ നമുക്ക് മാക്സിമം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ചെറുതീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ ഏത് തവി വെച്ചിട്ടാണോ ഇതൊന്ന് ഇളക്കുന്നത് ആ ഒരു തവി അല്ലെങ്കിൽ സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഈ പഴമൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്നാക്ക് കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 മണിക്കൂർ അറ്റ്ലീസ്റ്റ് മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് വെക്കാൻ മറക്കരുത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതായാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നുറുക്ക് ഗോതമ്പ് അതിൻ്റെ ആ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴവും തേങ്ങയും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു മിക്സ് ആയിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കുറച്ച് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ലൂസായിട്ടുള്ള പാനി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ശർക്കര പാനി എടുക്കാനായിട്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മധുരം കിട്ടുകയും വേണം. എന്നാൽ ഈ ഒരു മിക്സ് ഒരുപാട് ലൂസായിട്ട് പോകാനും പാടില്ല. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ മധുരമൊക്കെ അനുസരിച്ചിട്ട് ശർക്കര പാനിയുടെ അളവിലൊക്കെ നമുക്ക് വ്യത്യാസം വരാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതായിരിക്കണം ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് ടൈറ്റല്ല എന്നാൽ ഒരുപാട് ലൂസല്ല. ആ ഒരു പരുവം വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷണലാണ്. ഈ ബേക്കിംഗ് സോഡ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്നാക്ക് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതുപോലെയുള്ള ചെറിയ സ്റ്റീലിൻ്റെ ബൗൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കട്ടോരി പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഒന്നുകിൽ നമ്മൾ ഈ ഒരു ബൗളിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കപ്പ് കേക്ക് ലൈനേഴ്സ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കപ്പ് കേക്ക് ലൈനേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ബൗളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലൈനറിൻ്റെ 1/4 ഭാഗം മാത്രം ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ഒരു സ്നാക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റീമറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആവി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ബൗൾ അതിലേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കാം. നല്ല നീറ്റായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്നാക്ക് റെഡിയായി നന്നായിട്ട് വെന്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് പുറത്തെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.